ഹലോ ഗായ്സ്, അന്നേരം ഞാനിവിടെ വന്നപ്പോൾ ഷോക്കായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ മൊത്തം വന്നപ്പോൾ ഒരു റോഡ് ഇവിടെ മൊത്തം അടച്ചിട്ടേക്കണം. അതായത് ഇവർ നേരെ പോകാൻ സമ്മതിക്കില്ല. അങ്ങനെയുള്ള ആൾക്കാർ പോയപ്പോൾ പറഞ്ഞ് ഇവിടെ നിന്നൊരു യൂട്ടേൺ എടുത്ത് 2 മൈൽ കറങ്ങി പോകണം. യൂട്ടേൺ എടുത്ത് അന്നേരം 1 മൈലിൽ അവിടെ എത്തേണ്ട സാധനം ഇപ്പോൾ 2 മൈലിൽ കണ്ട. നേരെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വേണ്ടേ ഇവിടെ മൊത്തം ബ്ലോക്ക്ഡാണ്. ഇനി ഞങ്ങൾ ബാക്ക് എടുത്ത് പോകണം. അന്നേരം അതിപ്പോൾ വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അന്നേരം ഓൾമോസ്റ്റ് എത്തി. വേണ്ടേ നീ ഇപ്പോൾ ഈ ഒരു ആരും ഇല്ലാത്ത വഴി കൂടെ കയറും. ഇവിടെ വേണ്ട അവിടെ അറിയാം അത് ക്ലോസ്. വേണ്ട ഇവിടെ കൺസ്ട്രക്ഷനോ ബിൽഡിങ് എന്താ ഈ ബിൽഡിങ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതാ ഉണ്ട്. അന്നേരം ഈ കൺസ്ട്രക്ഷൻ എന്താ പാർക്ക് പോലത്തെ എന്തൊരു സാധനം ഉണ്ടാക്കുക. അന്നേരം അതിൻ്റെ രീതിയിലായിട്ട് അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അന്നേരം ഞങ്ങളിവിടെ പൊക്കോണ്ടിരിക്കുമ്പോൾ കണ്ടതാ ഇവർ മറ്റേ JCB അങ്ങനെ എന്തോ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മൊത്തം ഇങ്ങനെ കുറച്ച് ഷേക്കിങ് കാരണം ഇവിടെ മൊത്തം ഇവിടെ കുറച്ച് ഷേക്കിങ് കാരണം ഇവിടെ മൊത്തം ഇത് എൻ്റെ കല്ല. അതുകൊണ്ടാണ് അവിടെ അതായത് ഗ്രൗണ്ടിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. എന്തുവാന്ന് പറഞ്ഞൂടാ. പോയിട്ട് ഇപ്പോൾ 2 മൈൽ കറങ്ങി ചുറ്റി. അവിടെ നിന്ന് നേരെ 1 മൈൽ വരണം. അന്നേരം 2 മൈൽ വേണ്ട അവിടെ നിന്ന് തുടങ്ങി. കണ്ട് ഇതാ ഞാൻ പറഞ്ഞു തറയിൽ ഗ്രൗണ്ടിൽ എന്തോ എഴുതിയവരാണ്. കണ്ട് ഇതെന്ന് വെച്ചാൽ കീപ് യുവർ ഐസ് ഓൺ ദ ഗ്രൗണ്ട്. അന്നേരം ആൾക്കാർ കുറേ ആൾക്കാർ ഇവിടെ വരുന്നതുകൊണ്ട് ഒരു മോട്ടിവേഷൻ പോലെ. അതായത് നമ്മൾ പിന്നെ അങ്ങോട്ടും നടക്കണതിൻ്റെ ഒരു മോട്ടിവേഷൻ. അതാണ് അന്നേരം അവരോട് ഇത്. പിന്നെ ഞങ്ങൾ കണ്ട് ഒരു കുറ്റിക്കാടിൻ്റെ അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുക. ഇവിടെ മൊത്തം ഇരുട്ടാ. മാത്രമല്ല ഇവിടെ മൊത്തം ഒരു കാം പ്രദേശമാണ്. ഇവിടെ എന്തൊക്കെയോ ചത്ത് കിടക്കണം എന്താ. മാത്രമുള്ളതാണ്ട് ലേക്കിൻ്റെ വ്യൂ ഇവിടെ നല്ല ഭംഗിയായിട്ട് കാണാം. നിങ്ങൾക്ക് ക്യാമറയിൽ നിന്ന് കാണുന്ന പോലത്തെ വ്യൂ അല്ല ഇത്. ഐ പ്രോമിസ്, നിങ്ങൾക്ക് ക്യാമറയിൽ നിന്ന് കാണുന്ന വ്യൂവേ അല്ല ഇത്. പിന്നെ അവിടെ നിന്ന് 2 ആൾക്കാർ അവിടെ നിന്ന് എന്തോ പറഞ്ഞു ബോട്ട് എടുക്കുന്നുണ്ട്. അന്നേരം ഇവിടെ ഒരു നടപ്പാത ആരോ കിടക്കണ പോലെ. എന്നിട്ട് വെള്ളം ഇവിടെ വെള്ളമൊക്കെ പോണതുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ വെള്ളമൊക്കെ പോകണുണ്ട് ഇവിടെ. പിന്നെ ആൾക്കാർ ബോട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഇവിടെ ഈ ഒരു അറ്റം തൊട്ട് ആ അറ്റം വരെ മൊത്തം വെള്ളമാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരാൾ പെട്ടുപോയാൽ പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരാൾ മീനെന്തോ ചൂണ്ട പോലെ എന്തോ ആയിട്ട്. പിന്നെ ഇപ്പോൾ തിരിച്ച് കയറുവാണ് ഗായ്സ്. ഇവിടെ വെള്ളം പോകുന്നുണ്ട്. കൺസ്ട്രക്ഷൻ എടുക്കുന്നുണ്ട്. പിന്നെ നേരം അവിടെ ഒരു പാലം പോലെ അവിടെ ഒരു സംഭവമുണ്ട്. അതിലെന്തോ ഇത് കയറി നോക്കാം. അപ്പോൾ സക്സസ്ഫുള്ളി നമ്മൾ പാലം ഒരുപാട് വെള്ളം കാറിയ കാരണം അവിടെ കല്ല് മൊത്തം നേരത്തെ കണ്ട പാലത്തിൽ ഇവിടെ കല്ല് മൊത്തം ഇതായി. അതൊന്നും വെള്ളം കയറി കാരണം ഒന്നും കയറാൻ പറ്റില്ല. അന്നേരം വേറെ വല്ലതും പാലം കാണിച്ചു തരാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വല്ലതും കാണിച്ചു തരാൻ ഉണ്ടാകും. ഇവിടെ കണ്ട് എക്സിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡൈനോസറിൻ്റെ പടമൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തിനാണെന്ന് അറിഞ്ഞോളൂ. പക്ഷെ ഇത് ക്രാബ് പോലത്തെ എന്തൊരു സാധനം. ഏതാണ്ട് ഇതാണ് നേരത്തെ കണ്ട പാലം. പക്ഷേ ഇവിടെ മൊത്തം കല്ല് ഇങ്ങനെ ഇളകിപ്പോയി. അതുകൊണ്ട് കയറാൻ പറ്റില്ല. പിന്നെ ഇതാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തരണമെന്ന് സംഭവം. ഇവിടെ കയറണമെന്ന് പറഞ്ഞു. അന്നേരം അമ്മ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഞാൻ ഇതിന് മണ്ണക്ക് കയറി നോക്കാം. അത് ചെറുതാടെ മുങ്ങിയിട്ടുണ്ട് സംഭവം പാലം. എങ്കിൽ
അന്നേരം അവിടെ കല്ലുള്ള കാരണം പാലം മുങ്ങിയുണ്ട് കാണാം. നമുക്ക് അവിടെ കയറാൻ പറ്റില്ല. അവരവിടെ റൂൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഈ പാർക്കിൽ ഞാൻ ആദ്യമായിട്ടല്ല വരുന്നത്. ഞാനൊരു 5 പ്രാവശ്യം വന്നെന്ന് തോന്നും, 6 പ്രാവശ്യം വന്നെന്ന് തോന്നും. പിന്നെ താണ്ട് ഇവിടെ എനിക്ക് ഒരു ഫണ്ണായിട്ട് തോന്നി. അതുകൊണ്ട് ഇവിടെ ഒരു മനുഷ്യൻ ഹൈക്കിങ് പോണ പോലെ തൊട്ടപ്പുറത്തൊരു പട്ടിക്കുട്ടീൻ്റെ ഒരു കല്ലിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റോൺ ഇതൊന്ന് ഉണ്ട്. ഇതാ ഞാൻ പറഞ്ഞു. പിന്നെ ഇവിടെ മൊത്തം കല്ലും മറ്റേതും മറിച്ചതൊക്കെ. പിന്നെ ഇവിടെ നിന്നൊരു ടേണിങ് പോലെ ഒരു സംഭവം വന്നിട്ട് ഒരു പാലത്തിനെ മണ്ടയ്ക്ക് കൊണ്ടൊന്ന് കയറണം പോലെ. അത് കയറിയാൽ 2 മൈൽ കഴിഞ്ഞ് കാറിൻ്റെ പ്ലേസ് എത്തും. അങ്ങനെ അത് എവിടെയാണെന്നാണ് ഞങ്ങളിപ്പം നോക്കിക്കൊണ്ടിരിക്കണം. അവിടെ ആംബുലൻസ് ഒക്കെ പോകുന്നുണ്ട്. എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വ്ളോഗ് ഇന്നത്തെ. അപ്പോൾ ബൈ, സീ യു.